എന്തുവാണ് നാട്ടില് വിഷയം? മറ്റേ ഏതൊരു പുള്ളിക്കാരുടെ വയറ്റില് കത്രിക ഇരുന്നെന്നോ പറയാനാന്ന് പറഞ്ഞ എന്തോ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കത്രിക എടുത്തില്ല. അവരെങ്ങാണ്ട് കൊറേ നാളുകൾക്ക് ശേഷം എങ്ങാണ്ട് എത്ര വർഷം കഴിഞ്ഞിട്ട് അങ്ങോട്ട് അറിഞ്ഞെന്ന് പറയുന്നു. അവർക്ക് വയ്യാതിരുന്നാ അവര് എന്നും പോയി നോക്കുമ്പം എനിക്കത് എന്തെങ്കിലും സ്കാനിങ് ചെയ്തപ്പോ അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴാണ് അറിഞ്ഞ സംഭവം. അതിന് മുന്നേ മരുന്ന് മാത്രമായിരിക്കും കഴിക്കുന്നത് ചിലപ്പം. ഇവർക്ക് എന്താ വയ്യ, അവരുടെ ബന്ധുക്കളെ ഞാൻ അങ്ങനെ ജസ്റ്റ് ന്യൂസ് കണ്ടതാ. അപ്പൊ അവരെ വീട്ടിൽ റിലേറ്റീവിനെ കണ്ടേ. അന്നേരം ഇവർക്ക് എപ്പോഴും വയറുവേദന ഉണ്ട്. അന്നേരം എല്ലാരും ചോദിക്കും നിനക്കെന്ത് ഇത്ര വയറുവേദന എന്നൊക്കെ. അന്നേരം ഇവരെ വയറ്റിൽ എന്തോ കൊണ്ട് കേറുന്ന കണക്കെന്ന് അകത്തെ അങ്ങനെ എന്തോ കൊണ്ട് കേറുന്ന കണക്ക് അവർക്ക് ഇതുണ്ട്. ഭയങ്കര വേദനയായിരുന്നെന്ന്. അങ്ങനെ ജോലി ചെയ്യാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ പറയുന്നു. അത് പറഞ്ഞില്ലേ, അത് പിന്നെ അവസാനം ഡോക്ടർ പറഞ്ഞ കേട്ടോ, എന്താ കത്രികൊന്നും കിടന്ന വലിയ പ്രശ്നമൊന്നുമില്ലെന്ന്. ആ ഡോക്ടർ ഇപ്പൊ ഇവരെ റിപ്പോർട്ടർകാരെ എല്ലാരും ഇന്ന് ഇത് ചോദ്യം ചോദിച്ചപ്പോ പറയുന്ന കത്രിക ഒന്നും കിടന്ന അങ്ങനൊന്നും കുഴപ്പമൊന്നും ഒന്നുമില്ലെന്ന്. പച്ചക്ക് പറഞ്ഞു ഒന്നുമില്ല, ഒന്നും കുഴപ്പമൊന്നുമില്ല. അടിപൊളി. ഇതാണ് നമ്പർ 1 നമ്പർ 1 അല്ല, നമ്പർ 1 അല്ലേടാ. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നതിനകത്ത് വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങളുണ്ടോ പറയുന്നത്? ഓക്കെ, നമ്പർ 1. ഇവര് പുതിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരുന്നത്. കത്രി വെക്കുക, അത് വന്ന് ഇത് എനിക്ക് കത്രി എന്താണ്ട ഈ വയറ്റ് കത്രി വെച്ചിരുന്നത് തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടി വെക്കുന്ന അല്ലടാ. ഇത് ഓപ്പറേഷൻ എടുത്തപ്പോഴെങ്ങാണ്ട് ഇന്നലെ ന്യൂസിൽ കണ്ടതാ. അവന്റെ മോനെ കത്രിക മോനെന്നൊക്കെ പറയത്തില്ലേ, അവന്റെ അത് കാണുന്നില്ലെന്ന്. അതിൽ അകത്തിരുന്ന് ചിലപ്പോ ദ്രവിച്ചിട്ട് അകത്ത് ഇതായി കാണുമല്ലേ. അല്ലേ എന്തൊക്കെയാ നടക്കും നമ്മുടെ ന്യായം പറച്ചില്ലല്ലേ. ഓരോ ക്യാപ്സുലും കൊണ്ടുവരും. അല്ല ഈ മറ്റേ നമ്മുടെ മന്ത്രി ഇല്ലയോ, എന്തായാലും ആരോഗ്യമന്ത്രി പറഞ്ഞ് ആരാ ചെയ്തത്? ഞാനല്ലല്ലോ ചെയ്തത്, അവരതാ പറയുന്നത്. അഞ്ചു കൊല്ലം നടന്നത് അല്ല, അവര് ഞാനല്ലല്ലോ ചെയ്തത്. അവര് കൈ അവര് ഡോക്ടർമാരെ ചെയ്താണല്ലോ. അതല്ലേ, അവരല്ലല്ലോ ചെയ്തത്, ഡോക്ടർമാരെ. അല്ല, അവര് പറഞ്ഞ ന്യായീകരണം എന്തോ 5 കൊല്ലം മുമ്പ് ഞാൻ ഒന്നും വേണ്ട. ഇത്രയും ധൈര്യമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരെ ഡിസ്മിസ് ചെയ്തേരെ. എന്തിന് അത് പറഞ്ഞപ്പോഴോർത്ത് ഈ പുറത്ത് ഇത്രയും പിള്ളേര് PSC ഒക്കെ എഴുതിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. ഇന്നാണോ ഇന്നലെയാണോ എന്താ നമ്മുടെ VD സതീശന്റെ എന്താ പരിപാടി നടക്കുന്നത് കേട്ടോ. ഒരു കൊച്ചു കേട്ടോ, ഞാനും വിചാരിച്ചെന്നെ ഇപ്പൊ തെള്ളു പറഞ്ഞായിരിക്കും. PSC റാങ്ക് ലിസ്റ്റില് 1ാം സ്ഥാനം കിട്ടിയതാ. എന്തോ അസിസ്റ്റന്റ് പ്രൊഫസർ ലെവല് എക്സാം എഴുതിയതാ. ഒന്നാലോചിക്കണം, അസിസ്റ്റന്റ് പ്രൊഫസർ ലെവല് എവിടാന്ന് ആ കൊച്ചു എഴുതി വെച്ചിട്ട് എന്നിട്ട് പറയുന്നത് 1ാം റാങ്ക് കിട്ടിയ കൊച്ചാ. 2023. ഇതിപ്പോ ഏതാ വർഷം? 2026. എന്നാലോചിക്കും, 3 കൊല്ലമായിട്ട് ആ കൊച്ചിന് 1ാം റാങ്ക് കിട്ടിയ കൊച്ചിന് കൊടുക്കാൻ ഇതേവരെ പോസ്റ്റ് ഇല്ല. പിന്നെന്തിനാ ഇവരെ പരീക്ഷ എഴുതിപ്പിക്കുന്ന? എന്തിനാ? ലക്ഷക്കണക്കിന് പിള്ളേരവിടെ പാതിമുക്കാലും പാർട്ടി നിയമനമാ വരുന്നത്. ഒന്നുമില്ലല്ലോ, ഇത് എത്ര ലക്ഷങ്ങൾ പിള്ളേരാ എഴുതുന്നത്. ഇതേന്ന് പറഞ്ഞ് എഴുതി നടക്കുന്ന എത്ര പിള്ളേരുണ്ട്. അവസാനം നമ്മുടെ കുറെ കൂട്ടുകാരുണ്ട്, അവന്മാരാണെങ്കിൽ ഇപ്പഴും നടക്കുന്നുണ്ട് എഴുതി. ചിലപ്പോ എല്ലാം കിട്ടിയാലോ. അതല്ല, നമ്മുടെ കൂട്ടുകാരെന്ന് പറയുമ്പോ വയസ്സ് നോക്കും. എന്നാലും ഒരു 32 ഇനി ഒരു 5 കൊല്ലം കൂടെ ഉള്ളു. ആ 5 കൊല്ലത്തിലും കിട്ടിയില്ലല്ലോ എന്ത് ചെയ്യും? ഓക്കെ, ഇപ്പൊ റാങ്ക് ലിസ്റ്റ് വീഴുന്നതിനല്ല വിഷയം. ഞാനത് ആലോചിച്ചു. 1ാം റാങ്ക് കിട്ടിയ കൊച്ച് 2023 തൊട്ട് 2026 വരെ 3 കൊല്ലം. അന്നേരം കാലാവധി ചോദിച്ചു. അന്നേരം പറഞ്ഞു എന്തോ അവരെങ്ങാണ്ട്. അന്നേരം ഇപ്പൊ പറയുന്നത് കാലാവധി ഞങ്ങൾ നീട്ടിത്തരാന്ന് കണ്ട് പറയുന്നു. എങ്ങനെ നീട്ടിക്കൊടുക്കും? അതായത് ഇപ്പൊ 2026 ഇന്നൊരു സമയം കാണത്തില്ലടാ, ഫെബ്രുവരിയോ മാർച്ചോ വരെ. ആ കാലാവധി എന്ന് പറഞ്ഞാൽ ആ മാർച്ച് കഴിഞ്ഞാൽ അടുത്ത മാർച്ച് വരെ ചിലപ്പോ വെക്കും. അതായത് ആ കൊച്ചിന് 1 വർഷം കൂടെ പോവുക. ഉറപ്പുണ്ടോ? ഇനിയിപ്പോ കൊടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ 3 കൊല്ലമായില്ലേ. ഇനിയിപ്പോ അതൊരു ഇഷ്യൂ ആവും. ഇനിയിപ്പോ അടുത്ത ഭരണം ആരാണ്? VD സതീശൻ ഇതൊക്കെ എഴുതിയെടുക്കുന്ന കണ്ട് വലിയ മണമാതിരല്ല പുള്ളിക്കാരൻ. ഈ ഇടയ്ക്ക് ഉള്ളതല്ല, പിന്നെ വീഡിയോക്കകത്ത് കള്ളം പറയും. അന്നേരം ഇതൊക്കെ ഇയാള് കംപ്ലൈന്റ് വാങ്ങിച്ച ഉറപ്പെന്തുവാ? കംപ്ലൈന്റ് എഴുതില്ല, ഇയാള് കുത്തിക്കുറിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ എടുത്തു വെക്കുന്നു. ഏത് വർഷം? 2021. എന്നൊരു കാലാവധി പറഞ്ഞേക്കുന്നത്. അത് പറഞ്ഞിട്ട് അത് നീട്ടിത്തരുമെന്ന് പറയുന്നു. അതൊക്കെ എഴുതി വെക്കുന്നു കേട്ടോ. എന്നിട്ടെന്താ വെളിയിൽ പോകുമ്പോ കീറിക്കളയാനായിരിക്കും. ആർക്കറിയാം ഇങ്ങനെ ഇതൊക്കെ നമ്മളെ ഏതോ പടത്തിൽ കണ്ടിട്ടേ ഉള്ളൂ ഇതൊക്കെ. എനിക്കൊന്ന് പണ്ട് മുരളിയില്ലേ, ഏതോ ഒരു പടത്തിൽ ഇതേണക്ക് പരിപാടി ചെയ്യുന്നുണ്ട്. അതാ ഉറപ്പെന്തുവാ? ഉറപ്പൊന്നുമില്ല.
പിന്നെ വേറെ ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ, വേടൻ എന്നും പറഞ്ഞിട്ട്. വേടൻ. അതങ്ങനെ അല്ല, ഞാനല്ല ഇവര് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയേണ്ടത്, അങ്ങനെയാണല്ലോ പറയേണ്ടത്. അവരെന്തിനാ ഈ വേടനെ പൊക്കി കൊണ്ട് നടക്കേണ്ട കാര്യം എന്തുവാ? അവരത് വോട്ട് പിടിച്ചു കൊടുക്കാൻ വേണ്ടി. ഇന്നാൾ അവൻ ഗാനമേളക്കിടയിലെല്ലാം കണ്ട് നോക്കി നോക്കി വോട്ട് ചെയ്യാൻ അവന്റെ പേര് തന്നെ ഇല്ലേ, അതിൽ തന്നെയാണ് ഇവരെ രാഷ്ട്രീയം വെച്ചേക്കുന്നത്, ജാതിക്കകത്ത് അല്ലേ. എന്നാ ഞാൻ എപ്പോഴും ആലോചിക്കും, ഇപ്പം നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ ഇത് ഞാൻ പറയല്ല, ഇവരിതെല്ലാം പറയുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പൊ ഒക്കെ താഴ്ന്ന ജാതിക്കാരെ കൂടെ വെക്കുവാന്നൊക്കെ പറയുന്നു. ഇപ്പം വേറൊരു പാർട്ടി അവര് പൈസ കൊടുത്ത് അവരെ മേടിക്കുക, സ്വാഭാവികമായിട്ട് അവര് മാറുകയെ. അന്നേരം എന്ത് ചെയ്യും? ഇപ്പൊ പൈസ രാഷ്ട്രീയം നടക്കുന്നുണ്ടല്ലോ. പൈസ രാഷ്ട്രീയയുടെ കാശ് തൊട്ടുണ്ടോ? പിന്നെ കമ്മ്യൂണിസ്റ്റ് ഇപ്പൊ BJP അല്ല, പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാരും അറിയുന്നില്ല. അല്ല ഈ അതല്ല ബ്രോ, ഞാൻ പറയട്ടെ, ഇപ്പം BJP ഭരണത്തിൽ കയറുന്നോണ്ട് എല്ലാ ആൾക്കാരും അങ്ങോട്ട് മാറുന്നു. കാരണം ഭരണം കിട്ടുന്ന അതിനകത്ത് പവർ കിട്ടുവാന്നാ. ഇപ്പം ഈ കേരളത്തിൽ മാത്രം എല്ലാരും കെട്ടിക്കിടക്കണമെന്നില്ല. ഈ വേടൻ എന്ന് പറയുന്ന ആള് ഒരു ഇച്ചിരി സമയത്തേക്കേ ഉള്ളു. എന്നിട്ട് ഭജനെതിരെ പറയാൻ വരുന്നേക്ക്. അതിനെതിരെ അതിനൊന്നും കുഴപ്പമില്ല. ഈ എന്ത് നമ്മുടെ ഒരുത്തുണ്ടല്ലോ ഒരു ഏജന്റ് യൂട്യൂബർ, അരിയാഹാരം കഴിക്കുന്ന എല്ലാരും അരിയാഹാരം കഴിക്കുന്നത്. പക്ഷെ അയാളൊരു പ്രത്യേകതര അരിയാഹാരം കഴിക്കുന്നത്, സ്വന്തമായിട്ട് നെൽകൃഷി ചെയ്ത് അരി അങ്ങനെയാണ് അയാള് കഴിക്കുന്നത്. അയാള് ഒരു ഡയലോഗ് അടിക്കുന്നിട്ട് മറ്റില്ല കേരള സ്റ്റോറി, അത് വേറെ സംഭവം. ഒരു വട്ടം കേരളത്തെ അവന്മാര് പടം ഇറക്കി, ഓക്കെ. ഇപ്പൊ രണ്ടാമത് വീണ്ടും കൊണ്ടുവന്നത് കേരള സ്റ്റോറി 2 എന്നും പറഞ്ഞുകൊണ്ട്. ഞാനല്ല അതിനകത്ത് വേറെ കാര്യമുണ്ട്, അതിനകത്ത് എതിർപ്പ് പറയാനുള്ള കാര്യം. അവന്മാരങ്ങനെ പടം ഇറക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാണാതിരിക്കും. നമ്മളിതിന് ഇത്ര ഹൈപ്പ് ഉണ്ടാവുന്ന ആലോചിക്കാം. ഹൈപ്പ് കൊടുക്കുക. പടത്തിന് അവര് കൊടുക്കാത്ത പ്രൊമോഷൻ ഇവിടുത്തെ മീഡിയാസ് കൊടുത്ത്, ലോക്കൽ ഏജന്റുകാര് കൊടുക്കുന്നു, ട്രോളുകാര് കൊടുത്ത് ആരും കാണാൻ. നമ്മളിപ്പോ മലയാളികളെ അല്ല ഫസ്റ്റ് നമ്മൾ കണ്ടിട്ടില്ല, അത് വേറെ സംഭവം. ഇത് നമ്മളെ അപമാനിക്കാൻ വേണ്ടി, കേരളത്തെ അപമാനിക്കാൻ ആയിക്കോട്ടെ. ഡയറക്ടർ വേറെയാണ്. ഇപ്പം ഡയറക്ടർ അല്ലേ രണ്ടാമത് ചെയ്യുന്നത്. വേറൊന്നല്ല, മലയാളത്തില് കൊച്ചു കൊച്ചു പടങ്ങൾ എത്ര ആൾക്കാർ എടുക്കുന്നു, പാവപ്പെട്ട ഒരു ആഗ്രഹം കൊണ്ട് എടുക്കുന്ന പടങ്ങളുണ്ട്. ആ പടങ്ങള് തിയേറ്റർ പോലും കാണാതെ വരാൻ പോകുന്നു. ആ പടം എന്നാ ചുമ്മാ ഒന്ന് പരസ്യങ്ങളും കൊടുക്ക്, ഒരു വെള്ളിയാഴ്ച ഇന്നാണെങ്കിൽ ഇന്ന പടം വരുന്നുണ്ട്, ഇന്ന ആൾക്കാരുടെ ആണെന്ന് പറഞ്ഞു. അത് ഏതെങ്കിലും മീഡിയാസ് കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഇത് ഇവന്റെ കാര്യം പറയുന്നതല്ല, ഇവൻ ഇതെല്ലാം ഈ കേരള സ്റ്റോറി സിനിമയെ പറ്റി എല്ലാം പറഞ്ഞിടേ. അതിന്റെ ഇടയിൽ കൂടി അതിന്റെ ഇടയിൽ കൂടി വർഗീയത കുത്തിക്കേറ്റാന്ന് നോക്കിട്ട് തോന്നുന്നു. കുറെ ഭജൻകാർ ഇറങ്ങിയിട്ടുണ്ട്, അമ്പലത്തിൽ ഭജന പാടാൻ വേണ്ടി കുറെ പേര് ഇറക്കിയിട്ടുണ്ട്. ഭജൻ പാടുന്ന പയ്യനില്ലയോ, പയ്യല്ല അവന്മാരെ ഗ്രൂപ്പ്, നന്ദവനം ഗ്രൂപ്പ്. അവരെ പറ്റി ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു 20 എത്രയോ 10 കൊല്ലം കൊണ്ട് അവരെത്തിയത്. 10-20 കൊല്ലം പ്രയത്നമാണെന്ന് പറഞ്ഞത്. അത് തന്നെയല്ല, ഇപ്പൊ ഈ പറഞ്ഞ നവീന്റെ ഇന്റർവ്യൂല് ഞാൻ കണ്ട്, പുള്ളി തന്നെ പറയുന്നത് ഇപ്പൊ 2022 2024 ഇവരൊരു അമ്പലത്തിൽ പരിപാടി നടത്തി. അമ്പലത്തിൽ പരിപാടി നടത്തിയപ്പോ എന്തോ, ഇവര് സ്റ്റേജിൽ ഇരിക്കുന്ന കുറച്ച് കമ്മിറ്റിക്കാരും കുറച്ച് ആൾക്കാരും മാത്രം. ഇവർക്ക് വിഷമമൊക്കെ ഉണ്ട്, കാരണം വെച്ചാൽ ഇത്ര ആൾക്കാരല്ലേ കാണാൻ. ഭജനല്ലേ അന്ന് അവര് തിരിഞ്ഞിരുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച. പക്ഷെ അതൊരു നമുക്കൊരു മോട്ടിവേഷനോ, ഒരിക്കലും വിട്ടുകൊടുക്കരുത്. പക്ഷെ ആ 2024 വീഡിയോയും കാണിച്ച് 2025 2025 ആയപ്പോഴത്തേക്ക്, അതായത് ഒരു 1 year 2 year ലേറ്റർ എന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണിച്ചു. ആ സമയത്ത് അവിടുത്തെ തിരക്കും, ഈ സെയിം ടീം, സെയിം ആൾക്കാര്, സെയിം അമ്പലം, ഒന്നും മാറിയില്ലേ. അതാണ് അവരെ പറ്റിയ ഇവൻ പറയുന്നത് ഭജനയെന്നും പറഞ്ഞു. പിന്നെ അമ്പലത്തിൽ കൊണ്ടുവച്ച് പിന്നെ വേടന്റെ റാപ്പ് നടത്തണം. വലിയ കാര്യത്തിന് ബിഗ് ബോസുകാര് ഇവനെ വലിയ പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് അങ്ങ് എടുത്തതാ. അവിടെ പോയി ചുമ്മാ ഇരിക്കുന്നു, താടിക്ക് കൈ കൊടുത്തിട്ട് കണ്ടേച്ചാലും മതിയായിരുന്നു. എന്നിട്ട് ഓരോരുത്തരെ മറ്റേ ഒന്നും പറയുന്നില്ല. എന്ത് അല്ല, നമ്മളെന്തിനാ ഇവനെ പറ്റി പറഞ്ഞ ഇവന് ഹൈപ്പ് ഉണ്ടാക്കി എടുക്കേണ്ട കാര്യം? എന്ത് ഹൈപ്പല്ല, നമ്മളിനെ പറഞ്ഞു വന്നില്ല. ഇവരൊക്കെ വിചാരിക്കുന്നതൊക്കെ പോസിറ്റീവ് ആണ്. അല്ല ഇവൻ വേണ്ട വിട്ടാരെ, എന്തിനാ വെറുതെ ഇവന്റെ ഒക്കെ കാരണം പറഞ്ഞിട്ട് കാര്യം എന്ത്?